ദിൽഷ തിലകനോട്. ദിൽഷ, ഈ കേരളം വളരെയധികം ചർച്ച ചെയ്ത ഒരു ഗാർഹിക പീഡന കേസായിരുന്നു പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ്. അതിനുശേഷം ഈ പെൺകുട്ടി മൊഴി മാറ്റുന്നത് വീണ്ടും ഒരു പരാതിയുമായി അന്വേഷണ സംഘത്തെ ഈ പെൺകുട്ടി സമീപിച്ച ഒരു സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചും കുറച്ച് നിർണായകമാകും. അവരെല്ലാം ആലോചിച്ച് ഉറപ്പിച്ച ശേഷമാകും ഇതിലൂടെ നടപടി സ്വീകരിക്കുക. കാരണം ഈ നേരത്തെ തന്നെ പോലീസ് സ്വീകരിച്ച നടപടികൾ പോലും പല വിധത്തിൽ വിമർശന വിധേയമായതാണ്. പെൺകുട്ടിയുടെ മൊഴിമാറ്റം അടക്കം അതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണ സംഘം ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഇനി അവരുടെ ഒരു തുടർ നീക്കം, നിയമോപദേശം അടക്കം സ്വീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഏറെ നാടകീയതകൾ നിറഞ്ഞൊരു കേസായിരുന്നു പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്. ഇതിലിപ്പോൾ പോലീസ് നിയമോപദേശം തേടാൻ ഒരുങ്ങുകയാണ്. കാരണം പ്രധാനമായിട്ടും ഇത് തന്നെയാണ്, പെൺകുട്ടി നേരത്തെ തന്നെ കേസിൽ മൊഴി മാറ്റിയതാണ്. ആ ഒരു കാരണം കണക്കിലെടുത്ത് തന്നെയാണ് പോലീസ് ഇപ്പോൾ നിയമോപദേശം തേടാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ നിയമോപദേശം തേടിയതിന് ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങുക. കാരണം സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ പോലീസിനടക്കം വലിയ തലവേദന ഉണ്ടാക്കിയ ഒരു കേസ് തന്നെയായിരുന്നു പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്. മാത്രമല്ല, മാധ്യമങ്ങൾക്കും വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഈ കേസിന്റെ പേരിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുൽ പി ഗോപാലിനെ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. അപ്പോൾ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം പുറത്തോട്ട് ഇറങ്ങി വന്ന രാഹുലിനോട് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്ന് ചോദിച്ച മാധ്യമങ്ങളോട് അവൾ ഇനിയും മൊഴി മാറ്റട്ടെ, അപ്പോൾ ഞാൻ പ്രതികരിക്കാം എന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. അതുകൂടി അതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. കാരണം ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഗാർഹിക പീഡന പരാതിയുമായി ആദ്യം യുവതി രംഗത്തെത്തുന്നത്. തുടർന്ന് ഈ കേസുമായി യുവതിയും കുടുംബവും മുന്നോട്ട് പോകുന്നതിനിടെ തന്നെ ഈ യുവതി യൂട്യൂബ് ചാനലിലൂടെ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭർത്താവിനെതിരെ പരാതിയില്ല, കുടുംബത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് ഇത്തരത്തിൽ പരാതി നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ വീട്ടുകാർക്കെതിരെ, കുടുംബത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പെൺകുട്ടി രംഗത്ത് വരികയും അത് മാധ്യമങ്ങൾക്കാണെങ്കിലും പോലീസിനാണെങ്കിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും മാത്രമല്ല പെൺകുട്ടി കോടതിയോട് വീണ്ടും രാഹുലിനൊപ്പം തന്നെ ജീവിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇതുമൂലം ഹൈക്കോടതി കേസ് റദ്ദ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും പെൺകുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. കാരണം രാഹുലിൽ നിന്ന് വീണ്ടും മർദ്ദനമേറ്റു എന്ന് തന്നെയാണ് പെൺകുട്ടിയും കുടുംബവും പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പെൺകുട്ടിക്ക് കണ്ണിനും അതുപോലെ തന്നെ തലയ്ക്കും മുഖത്തുമെല്ലാം തന്നെ നല്ല രീതിയിൽ പരിക്കുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി പോലീസ് മൊഴി എടുക്കുന്ന സമയത്ത് പോലും പെൺകുട്ടി ആദ്യഘട്ടത്തിൽ പറഞ്ഞത് തനിക്ക് പരാതിയില്ല എന്ന് തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് പെൺകുട്ടിയുടെ അച്ഛൻ രംഗത്തെത്തുകയായിരുന്നു. പരാതിയില്ല എന്നുള്ളതല്ല, കൃത്യമായിട്ട് തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ തങ്ങൾ തീരുമാനിക്കുകയാണ്. പരാതി ഉണ്ട് എന്ന് പെൺകുട്ടിയുടെ അച്ഛൻ വീണ്ടും രംഗത്ത് വന്നതോടെയാണ് വീണ്ടും പെൺകുട്ടി എന്നാൽ തനിക്കും പരാതിയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. വീണ്ടും നിരന്തരമായി ഇത്തരത്തിൽ ആ കേസിന് ശേഷം വീണ്ടും രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് പെൺകുട്ടിക്ക് നിരന്തരമായി ഇത്തരത്തിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. രാഹുൽ പല രീതിയിൽ പെൺകുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട്. നേരത്തെയും പെൺകുട്ടി സൂചിപ്പിച്ചതാണ് ഈ ഒരുമിച്ച് കുളിക്കണം, അതുപോലെ തന്നെ ഭക്ഷണം രാഹുലിന് നൽകിയില്ലെങ്കിൽ രാഹുൽ മർദ്ദിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ പെൺകുട്ടി കഴിഞ്ഞ ദിവസം പോലീസിനോട് പറഞ്ഞ ഒരു കാര്യം, ഈ കറിയിൽ ഉപ്പ് ഇല്ല എന്നതടക്കമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ പോലും രാഹുൽ വലിയ രീതിയിൽ ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്നുണ്ട് എന്നതാണ്. എന്തായാലും ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. പെൺകുട്ടിയും നിലവിൽ ഇപ്പോൾ രാഹുൽ മർദ്ദിച്ചു എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു സേതുലക്ഷ്മി. എന്നാൽ ഈ കേസിൽ നിയമോപദേശം തേടി മുന്നോട്ട് കാര്യങ്ങൾ നീക്കാനാണ് പോലീസിന്റെ ഒരു നീക്കം. ശരി ദിൽഷ, ഈ പറഞ്ഞതുപോലെ അന്വേഷണ സംഘത്തിനെ ഏറെ കുഴച്ച ഒരു കേസാണിത്. അതുകൊണ്ട് തന്നെയാണ് നിയമോപദേശം തേടി മുന്നോട്ട് പോകാനുള്ള അവരുടെ തീരുമാനം. ദിൽഷ തിലകനും ഒപ്പം ദേവൻ എംപിയുമാണ് കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.